നമുക്കൊരു ഷോർട്ട് കുർത്തി ചെയ്തെടുക്കാം. കോട്ട് കോളർ നെക്ക് വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് കുർത്തി ചെയ്യുന്നത്. ലൈനിങ് ഒന്നും ഇല്ലാതെ ഒരു മാക്സി ബിറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. 30 ഇഞ്ചസാണ് ഞാൻ ഷോർട്ട് കുർത്തിയുടെ ലെങ്ത് എടുക്കുന്നത്. ആ ലെങ്തിൽ നമുക്ക് മെറ്റീരിയൽ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് 4 മടക്കിയിട്ട ശേഷം നമ്മുടെ ബാക്കിയുള്ള അളവുകൾ മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1/2 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. കോളർ നെക്ക് ആയതുകൊണ്ടാണ് ബാക്ക് നെക്ക് 1/2 ഇഞ്ചിൽ മാത്രമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ 6 ഇഞ്ചസും ആം ഹോള് 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവ് നമ്മുടെ എത്രയാണോ അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇനി വേസ്റ്റിൻ്റെ അളവ് ഒരു 12.5 ഇഞ്ച് ലെങ്തിലാണ് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് കുർത്തി ഓപ്പൺ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഒരു 18 ഇഞ്ചസ് ലെങ്തിലാണ് എടുക്കുന്നത്. അപ്പോൾ 18 ഇഞ്ച് ലെങ്തിൽ നമ്മുടെ ഹിപ്പിൻ്റെ അളവ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്തെടുത്ത എല്ലാ ഭാഗത്തിലൂടെയും നമുക്ക് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആ മാർക്ക് ചെയ്തെടുത്ത അളവിലൂടെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിൻ്റെ അളവിൽ മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്കിൻ്റെ അളവ് വ്യത്യാസം ഉള്ളതുകൊണ്ട് ബാക്കിൻ്റെ അളവിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ബാക്ക് പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചസിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലൊരു ചെറിയ ഓപ്പൺ കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ കഴുത്ത് കടന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 12.5 ഇഞ്ചിൽ വേറൊരു മെറ്റീരിയൽ എടുത്ത് അതിൽ നമ്മുടെ നെക്കിൻ്റെ അളവ് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഓപ്പൺ വേണം. അത് ഒരു ഇങ്ങനെ വളച്ച് വെക്കുമ്പോൾ ഒരു 7.5-8 ഇഞ്ച് വരുന്നത് പോലെ അങ്ങനെ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മാത്രം വ്യത്യാസം വെച്ചിട്ട് താഴേക്കൊരു 4.5-5 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് എത്രയാണോ ഇറക്കം ഓപ്പൺ വേണ്ടത് അതുപോലെ കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഓപ്പൺ വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ മാത്രമാണ് നമ്മളിനി നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ബാക്കിയുള്ള ഭാഗം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ ആ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഭാഗത്തിൻ്റെ നടുവിലൂടെ ഒരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കണം. ഇനി നീറ്റായി തിരിച്ചിട്ടെടുത്തതിന് ശേഷം അതിനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. കൃത്യമായിട്ട് അതിലൂടെ മാത്രം ഒന്ന് വെച്ച് ഒരൊറ്റ സ്റ്റിച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ടിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഒന്ന് വെച്ചതിന് ശേഷം ഷോൾഡർ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ 2 തവണയെങ്കിലും നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെയെങ്കിലും മാത്രമേ ഷോൾഡർ കൃത്യമായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ 2 ഡ്രസ്സിനെയും കൃത്യമായി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ നെക്ക് ഫുള്ളായിട്ടൊന്ന് അളന്ന് നോക്കണം. ഒരു 2-3 തവണയെങ്കിലും നമുക്ക് അളന്ന് നോക്കാം, എങ്കിലേ കൃത്യമായിട്ട് നമുക്ക് അളവ് കിട്ടത്തുള്ളൂ. എനിക്കിവിടെ 6.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് ഷോൾഡറിന് വേണ്ടി ഒരു മെറ്റീരിയലിന് മടക്കിയെടുത്തതിന് ശേഷം 3 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മടക്കിൻ്റെ ഭാഗത്ത് നിന്നും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 6.5 ഇഞ്ച് നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്തെടുത്ത് നെക്കിൻ്റെ അളവ് എത്രയാണോ അത് ഇവിടെ 6.5 ആയതുകൊണ്ട് 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 6.5 ഇഞ്ചിൻ്റെ അവിടുന്ന് താഴേക്കൊരു 1/2 ഇഞ്ചും അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും മാർക്ക് ചെയ്തതിന് ശേഷം കോളറിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ അതിൻ്റെ കോർണർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 6.5 ഇഞ്ചിൻ്റെ സൈഡ് നമുക്കൊന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അളന്ന് നോക്കണം കൃത്യമായിട്ട് 6.5 തന്നെ വരുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൃത്യം നമുക്ക് നമ്മുടെ നെക്കിൻ്റെ അളവ് തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോളർ ഇതുപോലെ തന്നെ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത കോളറിൻ്റെ അതേ അളവിൽ തന്നെ വേറൊരു മെറ്റീരിയൽ കൂടെ വേണം. അപ്പോൾ ഈ 2 മെറ്റീരിയലിനെയും ഒരുമിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗമല്ല, ബാക്കിയുള്ള 3 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കണം. മറിച്ചിട്ടെടുക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അതിനെ തിരിച്ചെടുക്കുക.
കോർണറുകളെല്ലാം കൃത്യമായിട്ട് തിരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കോളർ നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കോളറിൻ്റെ ഒരു സെൻറ്റർ ഭാഗം കൃത്യമായിട്ടൊരു നോച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെയും നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കോളറിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് എടുത്ത് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സെൻറ്ററിൽ നിന്ന് രണ്ട് വശത്തേക്കുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കൃത്യമായിട്ടാണ് നമ്മൾ കോളറിൻ്റെ അളവ് എടുത്തിട്ടുള്ളതെങ്കിൽ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും കോളർ എത്തും. എന്തെങ്കിലും എടുത്ത് അളവിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളറിൻ്റെ ലെങ്തിലും വ്യത്യാസം വരും. അപ്പോൾ അത് വൃത്തിയില്ലാതെ വരും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അളവെടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തു നിന്ന് തുടങ്ങി രണ്ട് വശത്തേക്കും കോളറിനെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എനിക്കെന്തായാലും ഇവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി കോളറിൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന മറ്റേ ഭാഗത്തിനെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് മാത്രം ഉള്ളിലേക്ക് കൊടുത്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ കോളർ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാൻവാസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഷോർട്ട് സ്ലീവാണ് കൊടുക്കുന്നത്. ഏത് സ്ലീവ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാം. സ്ലീവിൻ്റെ അറ്റാച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. സാധാരണ എപ്പോഴും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാറുള്ളത് പോലെ തന്നെ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് വശത്തേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രസ്സിനെ കൂട്ടി അടിക്കുന്ന സമയത്ത് ഓപ്പൺ ഉള്ള കുർത്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഓപ്പണ് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള 18 ഇഞ്ചസ് ഉണ്ട്. അപ്പോൾ 18 ഇഞ്ചസിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. എന്നിട്ടാണ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ വീഡിയോയുടെ കൂടെ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് വേറെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കോട്ട് കോളറൊക്കെ കൊടുത്ത് ചെയ്ത് മാക്സി ബിറ്റിൽ ചെയ്തെടുത്ത് ഈ ഷോർട്ട് കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.